ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वक्प्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് ബൃഹദാരണ്യക ഉപനിഷത്ത് ദ്വിതീയ കാണ്ഡം മുനികാണ്ഡം അഥവാ യാജ്ഞവൽക്യകാണ്ഡം തൃതീയ അധ്യായം തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം ഉഷസ്ഥ ബ്രാഹ്മണം. പ്രഥമ മന്ത്രം. അധഃ ഏനം ഉഷസ്ഥ ചാക്രായണഃ പപ്രച്ഛ യാജ്ഞവൽക്യൈതി ഹോവാച യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ്വ ഇതി ഏഷത ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ യഃ പ്രാണേന പ്രാണിതി സത ആത്മാ സർവാന്തരഃ യഃ അപാനേന അപാന ഇതി സത ആത്മാ സർവാന്തരഃ യഃ വ്യാനേന വ്യാന ഇതി സത ആത്മാ സർവാന്തരഃ യഃ ഉദാനേന ഉദാന ഇതി സത ആത്മാ സർവാന്തരഃ ഏഷത ആത്മാ സർവാന്തരഃ. എല്ലാവർക്കും ഹരിയോ ഓം നമോ നാരായണായ. യാജ്ഞവൽക്യ മഹർഷി തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം 9 ബ്രാഹ്മണങ്ങളായിക്കൊണ്ട് ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭയിലുള്ള വാദപ്രതിവാദ ആഖ്യായികയാണ് ജൽപരൂപ ഉപപത്തി പ്രകരണം. പ്രഥമ ബ്രാഹ്മണം അശ്വല ബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം ആർത്തഭാഗ ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം ഭുജ്യു ബ്രാഹ്മണം അല്ലെങ്കിൽ ഭുജ്യ ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം ഉഷസ്ഥ ബ്രാഹ്മണം. 3 ബ്രാഹ്മണങ്ങളിലായിക്കൊണ്ട് 3 ചോദ്യകർത്താക്കൾ യാജ്ഞവൽക്യ മഹർഷിയോട് കർമ്മകാണ്ഡ പ്രധാനങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് യാജ്ഞവൽക്യ മഹർഷി കർമ്മകാണ്ഡത്തെ അധികരിച്ചുകൊണ്ട് ഉത്തരം പറയുന്നുണ്ട്. എങ്കിലും അവിടെയും ജ്ഞാനകാണ്ഡത്തിലേക്ക് അല്ലെങ്കിൽ അദ്വൈത സ്ഥാപനമാണ് യാജ്ഞവൽക്യ മഹർഷി 3 ചോദ്യകർത്താക്കളോടും മറുപടിയായി പറഞ്ഞത്. ആരാണോ പരമാത്മാവിനെ അറിയുന്നത് അവർ മൃത്യുവിനെ അധിവർത്തിക്കും. മറ്റുള്ള ഉപാസനാദി യജ്ഞയാഗാദികളിലൂടെ നേടുന്ന ലോകങ്ങളൊക്കെ താൽക്കാലികമാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുന്നുണ്ടായിരുന്നു. 4ാമത്തെ ബ്രാഹ്മണം ഉഷസ്ഥ ബ്രാഹ്മണത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പ്രഥമ മന്ത്രം കണ്ടിരുന്നു. ബ്രഹ്മവിദ്യ ആരംഭമാണ് ഉഷസ്ഥ ബ്രാഹ്മണം. ഉഷസ്ഥ ബ്രാഹ്മണം ചതുർത്ഥ ബ്രാഹ്മണം മുതൽ നവമ ബ്രാഹ്മണം വരെ 9 ബ്രാഹ്മണങ്ങൾ വരെ ബ്രഹ്മവിദ്യ ചോദ്യങ്ങളാണ് ഉഷസ്ഥൻ, ഇനി കഹോലൻ, ഗാർഗി ഇത്യാദി ചോദ്യകർത്താക്കൾ ചോദിക്കുന്നത് ജ്ഞാനകാണ്ഡത്തെ അധികരിച്ച് അല്ലെങ്കിൽ ബ്രഹ്മവിദ്യയെ അധികരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ചതുർത്ഥ ബ്രാഹ്മണം മുതൽ നവമ ബ്രാഹ്മണം വരെ ബ്രഹ്മവിദ്യാ പ്രദർശനം എന്ന് നമ്മൾ ഹെഡിങ് കൊടുത്തത്. ഉഷസ്ഥ ബ്രാഹ്മണത്തിൻ്റെ പ്രഥമ മന്ത്രം ഉഷസ്ഥൻ ഭുജ്യുവിന് അനന്തരം ഉഷസ്ഥൻ ചോദിക്കുന്നു, അല്ലയോ യാജ്ഞവൽക്യ മഹർഷേ,
യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തമ്മേ വ്യാചക്ഷ ഇതി. എനിക്ക് എന്താണ് ബ്രഹ്മനെന്നൊക്കെ അറിയാം, അത് അപരോക്ഷ ആണ്, അതായത് ഒന്നിൽ നിന്നും അന്യമല്ലാത്തതെന്തോ അതിനെയാണ് ശാസ്ത്രം പരമാത്മാ അല്ലെങ്കിൽ ബ്രഹ്മനെന്ന് വിളിക്കുന്നത്. അതിനെക്കുറിച്ച് അങ്ങ് വിസ്തരിച്ചു പറഞ്ഞു നൽകിയാലും എന്നായിരുന്നു ഉഷസ്ഥൻ്റെ ചോദ്യം. യാജ്ഞവൽക്യ മഹർഷി അതിന് ആദ്യം തന്നെ ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്നു. യഹ ആത്മാ സർവാന്തരഃ എന്ന് ചോദിച്ചത് യാജ്ഞവൽക്യ മഹർഷി പറയുന്നു, ഏഷത ആത്മാ സർവാന്തരഃ, അല്ലയോ ഉഷസ്ഥ, അത് നിന്നിൽ തന്നെ കുടികൊള്ളുന്ന ആ പരമാത്മ ചൈതന്യമാണ്. എന്തിനാലാണോ നീ ഉള്ളത്, അല്ലെ, നീ ഉണ്ടായത്, നിലനിൽക്കുന്നത് ഇത്യാദി ഏതൊരു കാരണം കൊണ്ടാണോ അതിനെയാണ് ശാസ്ത്രം അല്ലെങ്കിൽ വേദം അല്ലെങ്കിൽ ഉപനിഷത്ത് ബ്രഹ്മവിദ്യ ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞു. യാജ്ഞവൽക്യ മഹർഷി വ്യാചക്ഷ എന്ന വാക്ക് ഉഷസ്ഥൻ പ്രയോഗിച്ചത് കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി വിസ്തരിച്ചു പറയുകയാണ്. ഇവിടെ പഞ്ചപ്രാണ വിവേകത്തിലൂടെ വിസ്തരിക്കുകയാണ്, അല്ലെ. നമ്മൾ പല വിവേകങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് ശാസ്ത്രം പ്രയോഗിക്കാറുണ്ട് ബ്രഹ്മവിദ്യയെ പറയുവാനായിട്ട്. ദൃഗ്ദൃശ്യ വിവേകം, അല്ലെങ്കിൽ കാര്യകാരണ വിവേകം, അല്ലെങ്കിൽ പഞ്ചകോശ വിവേകം, പിന്നെ അവസ്ഥാത്രയ വിവേകം, അങ്ങനെ പല വിവേകങ്ങളിലൂടെ ബ്രഹ്മവിദ്യയെ പ്രകീർത്തിക്കും. ഇത്രയേ ഉള്ളൂ. ആ വിവേകങ്ങളുടെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ, എല്ലാറ്റിലും കുടികൊള്ളുന്ന പരമാത്മാവാണ് എന്ന്. ഇവിടെ പഞ്ചപ്രാണ വിവേകമാണ് യാജ്ഞവൽക്യ മഹർഷി ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അജാതശത്രു ബ്രാഹ്മണം കണ്ടിരുന്നു. ബ്രഹ്മവിദ്യാ പ്രകരണം 2-ാം അധ്യായത്തിലെ 1-ാം ബ്രാഹ്മണം അജാതശത്രുവിൻ്റെ അടുത്ത് പോകുന്ന, കാശി രാജാവിൻ്റെ അടുത്ത് ബ്രഹ്മവിദ്യ പഠിക്കുന്നു. അവിടെ അവസ്ഥാത്രയ വിവേക കണ്ടത്, അതായത് സുഷുപ്തിയിൽ ആനന്ദം അനുഭവിക്കുന്നു. അപ്പോൾ അതൊരു തരത്തിലുള്ള ബ്രഹ്മവിദ്യാ ഉപദേശം. ഇവിടെ പഞ്ചപ്രാണ വിവേകമാണ് യാജ്ഞവൽക്യ മഹർഷി ഉഷസ്ഥനോട് പറയുന്നത്. അത് നമ്മൾ കണ്ടിരുന്നു. യഹ പ്രാണേന പ്രാണിതി സദാ ആത്മാ സർവാന്തരഃ, യഹ അപാനേന അപാന ഇതി സദാ ആത്മാ സർവാന്തരഃ, യഹ വ്യാനേന വ്യാന ഇതി സദാ ആത്മാ സർവാന്തരഃ, യഹ ഉദാനേന ഉദാന ഇതി സദാ ആത്മാ സർവാന്തരഃ. അവിടെ പറയാത്തതൊന്നുണ്ട്. യഹ സമാനേന സമാന ഇതി സദാ ആത്മാ സർവാൻ. അപ്പം പഞ്ചപ്രാണ വിവേകമായി. അല്ലയോ ഉഷസ്ഥരെ, അങ്ങയ്ക്ക് ഉച്ഛ്വാസം നിശ്വാസം ചെയ്യാൻ സാധിക്കുന്നത് ആ പ്രാണന പ്രക്രിയ മുതൽ 5 പ്രാണനെക്കുറിച്ച് യാജ്ഞവൽക്യ മഹർഷി ഉഷസ്ഥരോട് പറയുകയാണ്. ആ പരമാത്മാവിനാലാണ് ഈ പഞ്ചപ്രാണ വിവേകം മനസ്സിലാക്കേണ്ടത്. അല്ലെ, പരമാത്മാവിനാലാണ് 5 പ്രാണനിലൂടെ അങ്ങ് നിലനിൽക്കുന്നത്. ആ പരമാത്മാവാണ് 5 രൂപത്തിൽ അങ്ങിൽ കുടികൊള്ളും ഉഷസ്ഥരെ എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. 5 പ്രാണന്റെയും പ്രഥമധർമ്മങ്ങൾ നമ്മൾ സാമാന്യമായി കണ്ടിരുന്നു. ഏഷത ആത്മ സർവാന്തരഃ, അതിനെയാണ് സർവാന്തരൻ എന്ന് വിളിക്കുന്നത്, അതായത് സർവവ്യാപി, അല്ലെ. സർവ അന്തരഃ എന്നതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്ന സർവ അന്തർയാമി, അല്ലെങ്കിൽ നമ്മൾ മുണ്ടകോപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ സബാഹ്യാഭ്യന്തരോ ഹജഃ അപ്രാണയഃ അമനാശുഭ്രഃ അക്ഷരാത് പരതപരഃ ഇത്യാദി ലക്ഷണങ്ങളൊക്കെ സർവാന്തരഃ എന്നതിന് കൂട്ടിച്ചേർക്കാം, മനനത്തിന് എളുപ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രയോഗത്തിന് വേണ്ടി. പക്ഷെ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി സർവാന്തരഃ എന്ന് വെച്ചാൽ സർവവ്യാപി, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് 5 പേരുകളിലായി 5 ധർമ്മം ചെയ്യുവാനായി നിന്നിലും കുടികൊള്ളുന്നത് ഉഷസ്ഥരെ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഉഷസ്ഥൻ തൃപ്തനാകുന്നില്ല ആ ഉത്തരത്തിൽ നിന്നും. അതുകൊണ്ട് വീണ്ടും ഉഷസ്ഥൻ്റെ ചോദ്യമാണ്. നമുക്ക് ദ്വിതീയ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം.
സഹ ഉവാച അല്ലെങ്കിൽ സഹോവാച. സ എന്ന വാക്ക് മൂലമന്ത്രത്തിൽ കൂട്ടിച്ചേർക്കുക. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം ഫോളോ ചെയ്യുന്നവർ പേജ് 234 പുതിയ എഡീഷൻ, പഴയ എഡീഷൻ്റെ നമ്പർ എനിക്ക് അറിഞ്ഞൂടാ, പേജ് 234 മന്ത്രം 2 സഹോവാച ഉഷസ്ത ചാക്രായണഃ. സഹോവാച ഉഷസ്ത ചാക്രായണഃ യഥാ വിബ്രൂയാത് അസൗ ഗൗഹ അസൗ അശ്വഃ ഇതി. അസൗ ഗൗഹ അസൗ അശ്വഃ ഇതി. ഏവം ഏവ ഏതത് വ്യപതിഷ്ഠം ഭവതി. ഏവം ഏവ ഏതത് വ്യപതിഷ്ഠം ഭവതി. യത് ഏവ യത് ഏവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. യത് ഏവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. യ ആത്മാ സർവാന്തരഃ. യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ്വ ഇതി. തം മേ വ്യാചക്ഷ്വ ഇതി. ഫുൾ സ്റ്റോപ്പ്. ഏഷദ ആത്മാ സർവാന്തരഃ. ഏഷദ ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ. കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ. ഇനി അങ്ങോട്ട് പറയുന്നത് അണ്ടർലൈൻ ചെയ്യോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്യുക പിന്നീട് ഓർക്കാനായിട്ട്. ന ദൃഷ്ടേഹേ. ദൃഷ്ടേഹേ റകാരം മാറ്റി വിസർഗാക്കുക. ന ദൃഷ്ടേഹേ ദൃഷ്ടാരം പശ്യേഹ. ദൃഷ്ടേഹേ ദൃഷ്ടാരം പശ്യേഹ. ന ശ്രുതേഹേ ശ്രോതാരം ശൃണുയാഹ. ന ശ്രുതേഹേ ശ്രോതാരം ശൃണുയാഹ. ന മതേഹേ. മതേഹേ നാക്കുക. ന മതേഹേ മന്ദാരം മൻവീതാഹ. അവിടെ തിരുത്തുക. ന മതേഹേ എന്നാണ്, മന്ദാരം എന്നാണ് അടുത്ത വാക്ക്. ന മതേഹേ മന്ദാരം മൻവീതാഹ. ന വിജ്ഞാതേഹേ വിജ്ഞാതേഹേ വിജ്ഞാതാരം വിജാനീയാഹ. ന വിജ്ഞാതേഹേ വിജ്ഞാതാരം വിജാനീയാഹ. ഏഷദ ആത്മാ സർവാന്തരഃ. ഏഷദ ആത്മാ സർവാന്തരഃ അതഃ അന്യത് ആർത്തം. അതഃ അന്യത് ആർത്തം. അവിടം വരെ അണ്ടർലൈൻ ചെയ്യുകയോ ഹൈലൈറ്റ് ചെയ്യുകയോ ബ്രാക്കറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുക. അതഃ അന്യത് ആർത്തം അവിടം വരെ. തതഃ ഉഷസ്തഃ ചാക്രായണഃ ഉപരരാമ. തതഃ ഉഷസ്തഃ തതഃ ഉഷസ്തഃ. അവിടെ ഒരു ഹാ ഇരട്ടിപ്പുണ്ട്, അതില്ല, അത് വെട്ടിക്കളയുക.
തതോഹോഷ, അത് തിരുത്തുക, ഹ ഇല്ല അവിടെ. തതഹ ഉഷസ്തഃ, തതഹ ഉഷസ്തഃ ചാക്രായണഃ ഉപരരാമ. ഒന്നുകൂടെ പറയാം. സഹോവാച ഉഷസ്ത ചാക്രായണഃ യഥാ വിഭ്രൂയാദ് അസൗ ഗൗഃ അസൗ അശ്വഃ ഇതി. ഏവമേവ ഏതത് വ്യപദിഷ്ടം ഭവതി യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ്വ ഇതി. ഏഷത ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ ന ദൃഷ്ടേഃ ദ്രഷ്ടാരം പശ്യേഹ ന ശ്രുതേഃ ശ്രോതാരം ശൃണുയാഹ ന മതേഃ മന്ദാരം മന്വീതാഹ ന വിജ്ഞാതേഃ വിജ്ഞാതാരം വിജാനീയാഹ. ഏഷത ആത്മാ സർവാന്തരഃ അതഃ അന്യത് ആർത്തം. തതഃ ഉഷസ്തഃ ചാക്രായണഃ ഉപരരാമ. ഒരുമിച്ച് പാരായണം ചെയ്യാം. ദ്വിതീയ മന്ത്രം. സഹോവാച ഉഷസ്തചാക്രായണഃ യഥാ വിഭ്രൂയാദ് അസൗ ഗൗഃ അസൗ അശ്വഃ ഇതി. ഏവം ഏവ ഏതത് വ്യപദിഷ്ടം ഭവതി യത് ഏവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ്വ ഇതി. ഏഷത ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ ന ദൃഷ്ടേഃ ദ്രഷ്ടാരം പശ്യേഹ ന ശ്രുതേഃ ശ്രോതാരം ശൃണുയാഹ ന മതേഃ മന്ദാരം മന്വീതാഹ ന വിജ്ഞാതേഃ വിജ്ഞാതാരം വിജാനീയാഹ. ഏഷത ആത്മാ സർവാന്തരഃ അതഃ അന്യത് ആർത്തം. തതഃ ഉഷസ്തഃ ചാക്രായണഃ ഉപരരാമ. സഹോവാച ഉഷസ്തചാക്രായണഃ യഥാ വിഭ്രൂയാദ് അസൗ ഗൗഃ അസൗ അശ്വഃ ഇതി. ഏവമേവ ഏതത് വ്യപദിഷ്ടം ഭവതി യത് ഏവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യാചക്ഷ്വ ഇതി. ഏഷത ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ ന ദൃഷ്ടേഃ ദ്രഷ്ടാരം പശ്യേഹ ന ശ്രുതേഃ ശ്രോതാരം ശൃണുയാഹ ന മതേഃ മന്ദാരം മന്വീതാഹ ന വിജ്ഞാതേഃ വിജ്ഞാതാരം വിജാനീയാഹ. ഏഷത ആത്മാ സർവാന്തരഃ അതഃ അന്യത് ആർത്തം. തതഃ ഉഷസ്തഃ ചാക്രായണഃ ഉപരരാമ. യാജ്ഞവൽക്യ മഹർഷി പഞ്ചപ്രാണ വിവേകം ഉഷസ്തർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഉഷസ്തർ വീണ്ടും യാജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുകയാണ്. സഹോവാച ഉഷസ്ത ചാക്രായണഃ. ചാക്രായണനെന്ന ഉഷസ്തർ യാജ്ഞവൽക്യ മഹർഷിയോടായി പറഞ്ഞു. അതാണ് സഹോവാച ഉഷസ്ത ചാക്ര. പറഞ്ഞു എന്ന് വെച്ചാൽ ചോദിക്കുകയാണ്. ഇപ്പം നമ്മുടെ മനസ്സിലാ വിദ്വത്സഭ ഉഷസ്തർ എന്ന കഥാപാത്രം അതിന് ഉത്തരം നൽകിക്കൊണ്ട് സിദ്ധാന്തിയായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹം വീണ്ടും ചോദിക്കുകയാണ്. ഉഷസ്തർ എന്താണ്? യഥാ വിഭ്രൂയാദ്
യഥാ വിഭ്രൂയാത് അസൗ ഗൗഹ അസൗ അശ്വഃ ഇതി. അതായത് ഉഷസ്ഥർ തന്നെ അങ്ങ് ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ചോദ്യത്തിലൂടെ പറയുകയാണ്. അല്ലെങ്കിൽ യാജ്ഞവൽക്യ മഹർഷിയെ പരീക്ഷിക്കുവാനും കൂടെ ആയിക്കൊണ്ട് ഒരു ഉദാഹരണങ്ങളിലൂടെ പറയുകയാണ്. അങ്ങ് പറയുന്നല്ലോ ആ പരമാത്മാവ് സർവവ്യാപിയാണ്, അപരോക്ഷനാണ്. അത് ഞാൻ പറഞ്ഞത് തന്നെയല്ലേ? അത് തന്നെ അങ്ങ് പ്രാണന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങ് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഉഷസ്ഥരെന്ത് ചെയ്യുന്നു? 2 ഉദാഹരണങ്ങൾ പറയുകയാണ്. യഥാ, യഥാന്ന് വെച്ചാൽ എങ്ങനെയെന്നാൽ, അതായത് യഥാ ദൃഷ്ടാന്തം, ഞാൻ ഒരു ദൃഷ്ടാന്തം പറയാൻ പോവുകയാണ്. എനിക്ക് ആ ദൃഷ്ടാന്തം പോലെ അങ്ങ് വിസ്തരിക്കണം. വിഭ്രൂയാത്, ബ്രൂയഹ എന്ന് വെച്ചാൽ പറയുക, ബ്രൂയാത്, ബ്രൂയഹ, ബ്രൂയുഹു, ബ്രൂയാത്. വിഭ്രൂയാത് എന്ന് വെച്ചാൽ വിസ്തരേണ ബ്രൂയാത്, എനിക്ക് വിസ്തരിച്ചു പറഞ്ഞു നൽകുക. അതായത് ഐ നീഡ് എലാബറേറ്റ് എക്സ്പ്ലനേഷൻ. അതാണ് വിഭ്രൂയാത് എന്ന വാക്കുകൊണ്ട് ഉഷസ്ഥർ യാജ്ഞവൽക്യ മഹർഷിയോട് പറയുന്നത്. എങ്ങനെ എനിക്ക് എലാബറേഷൻ വേണം, എനിക്ക് വിസ്താരം വേണം? എങ്ങനെ? അസൗ ഗൗഹ അസൗ അശ്വഃ. അതായത് ഇത് പശുവാണ്, ഇത് അശ്വമാണ് എന്ന്, അല്ലേ? അതായത് ഒരു വസ്തുവിനെ, നമുക്കറിയാത്ത ഒരു വസ്തു, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് നമുക്കൊരാൾ പറഞ്ഞു തരുന്നത്? നമ്മൾ സ്കൂളിലൊക്കെ എങ്ങനെയാണ്, നഴ്സറിയിലൊക്കെ പഠിച്ചത് അല്ലേ? ഇത് ആപ്പിള്, ദിസ് ഈസ് എ ആപ്പിൾ, അല്ലേ? ഇത് പൊട്ടറ്റോ, അല്ലെങ്കിൽ എന്താ വസ്തുക്കൾ അതുപോലെ, അല്ലേ? ഇതാണ്, ഇതാകുന്നു, അങ്ങനെയല്ലേ നമ്മൾക്ക് പഠിപ്പിച്ചു തന്ന രീതി, അല്ലേ? ഇത് മല, ഇത് നദി, ഇത് പുഴ, അല്ലേ? ഇത് മനുഷ്യൻ, ഇത് പശു, ഇത് കുരങ്ങൻ, ഇത് കച്ചറ്, ഇത് അശ്വം ഇത്യാദി, അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്? അങ്ങനെയല്ലേ മനസ്സിലാക്കി തരേണ്ടത്? അതാണ് ഉഷസ്ഥൻ അദ്ദേഹം എങ്ങനെയാണ് എനിക്ക് വിസ്തരിച്ച് തരേണ്ടതെന്ന് ദൃഷ്ടാന്തത്തിലൂടെ തന്നെ ഉഷസ്ഥർ യാജ്ഞവൽക്യ മഹർഷിയോട് പറയുകയാണ്. അതാണ് അസൗ ഗൗഹ അസൗ അശ്വഃ ഇതി, അല്ലേ? ഒരു പശുവിനെ കാണുമ്പോൾ ഇത് പശുവാണ് എന്ന് പറയുമ്പോഴല്ലേ എനിക്കറിയുക ഇത് പശുവാണ്. അപ്പം ഞാൻ മനസ്സിലാക്കുക ഇതാണ് പശു, അല്ലെ? ഇതാണ് നായ, അല്ലെ? ഇതാണ് മനുഷ്യൻ, ഇതാണ് സ്ത്രീ, ഇതാണ് കുട്ടി, അല്ലേ? ഇതാണ് പുരുഷൻ. എങ്ങനെയാണോ എനിക്ക് കണ്ടല്ലേ മനസ്സിലാക്കുക, അല്ലേ? അപരോക്ഷം നീ തന്നെയാണെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ അത് കണ്ടു മനസ്സിലാക്കുക? അതുമല്ല, അങ്ങ് പഞ്ചപ്രാണ വിവേകം പറഞ്ഞു തന്ന് ഈ പ്രാണനെയൊന്നും ഞാൻ കാണുന്നില്ല. അവിടെ അപാനനാരാണ്, സമാനനാരാണ്, ഉദാനനാരാണെന്നൊന്നും ഞാൻ കാണുന്നില്ലല്ലോ, അല്ലേ? അപ്പം അപരോക്ഷാത് ബ്രഹ്മ, എനിക്കത് അപരോക്ഷമായി തന്നെ പറഞ്ഞു തരൂ, അതാണ് വ്യക്തമാക്കി തരൂ. അസൗ ഗൗഹ അസൗ അശ്വഃ. അശ്വം എന്ന് വെച്ചാൽ കുതിര, ഗൗ പശു, ഉദാഹരണം പറഞ്ഞു. അത് കഴിഞ്ഞ് ഏവം ഏവ ഏതത്, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണം പോലെ, ഇത് പശുവാണ്, ഇത് കുതിരയാണ്, ഇത് ആടാണ്, മാടാണെന്നൊക്കെ പറയുന്നത് പോലെ, ആ ഞാൻ പറഞ്ഞു തന്നതുപോലെ അങ്ങനെ എനിക്ക് അങ്ങ് എന്ത് ചെയ്യണം? വ്യപതിഷ്ഠാ ഭവതി. ഉഷസ്ഥർക്ക് യാജ്ഞവൽക്യ മഹർഷിയെ വിടാൻ താല്പര്യമില്ല. അതുകൊണ്ട് വീണ്ടും പറയുന്നു വ്യപതിഷ്ഠാ ഭവതി, എനിക്ക് വ്യക്തമാക്കി പറഞ്ഞു നൽകിയാലും അങ്ങ് പറഞ്ഞു തന്ന ഉത്തരത്തിൽ ഞാൻ തൃപ്തനല്ല എന്നാണ് ഉഷസ്ഥർ ദൃഷ്ടാന്തങ്ങളിലൂടെ വിഭ്രൂയാത് വ്യപതിഷ്ഠ എന്ന 2 വാക്കുകളിലൂടെ യാജ്ഞവൽക്യ മഹർഷിയോടും ആ വിദ്വത്സഭയോടുമായിക്കൊണ്ട് ഉഷസ്ഥർ പറഞ്ഞത് ഞാൻ തൃപ്തനല്ല അങ്ങ് പറഞ്ഞ ഉത്തരത്തിൽ, അതുകൊണ്ട് എനിക്ക് വീണ്ടും വിസ്തരിച്ച് പറഞ്ഞു നൽകവേണം. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഏതൊരു ബ്രഹ്മനെക്കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചാണോ ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ എന്തിനെയാണോ ശാസ്ത്രം ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത്, അത് അപരോക്ഷമാണ്. അത് ശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഉഷസ്ഥർ
അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ ഇത്. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പ്രഥമ മന്ത്രത്തിൽ ഉഷസ്ഥരുടെ സംഭാഷണമായിരുന്നു അത്. ആ ചോദ്യത്തിനോടൊപ്പം തന്നെ ഉള്ളതായിരുന്നു അത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ, എനിക്ക് അതിൻ്റെ വിസ്താരമാണ് വേണ്ടത്. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, ബ്രഹ്മൻ എന്നത് അപരോക്ഷമാണ്. അതായത് ഒന്നിൽ നിന്നും ആരിൽ നിന്നും അന്യമല്ലാത്തതാണ്. അതിനെയാണ് ശാസ്ത്രം ബ്രഹ്മൻ എന്ന് വിളിക്കുന്നത്. അതെന്താണോ അതിനെ, അത് പരമാത്മാവെന്ന് നമ്മൾ വിളിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരനെന്നോ ഹിരണ്യഗർഭനെന്നോ അല്ലെങ്കിൽ ബ്രഹ്മാവെന്നോ വിഷ്ണുവെന്നോ എന്തോ നമ്മൾ വിളിക്കുന്നു, എന്തെല്ലാം പേരുകൾ വിളിക്കുന്നു. അതിന് ശാസ്ത്രം മറ്റൊരു നാമവും വിളിക്കുന്നു, ബ്രഹ്മനെന്ന്. എന്തുകൊണ്ടാണ് അത് വിളിക്കാൻ കാരണം? സർവവ്യാപിയായതുകൊണ്ട്, നശിക്കാത്തത് കൊണ്ട്. ഉഷസ്ഥർ തന്നെ പറയും, യ ആത്മാ സർവാന്തരഃ തമ്മേ വ്യാചക്ഷോ ഇതി. അല്ലെ, ഒന്നാമത്തെ മന്ത്രത്തിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഒറ്റ കാര്യം കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. എന്താണ്? എനിക്ക് വ്യക്തമാക്കി തരണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു. ഈ ആത്മാ സർവാന്തരഃ, ആ പരമാത്മാവിനെ ബ്രഹ്മനെന്ന് വിളിച്ച് അപരോക്ഷമെന്നൊക്കെ വിളിക്കുന്ന ആ പരമാത്മാവ് സർവാന്തരനാണ്, അതായത് സർവവ്യാപിയാണ്. അത് തന്നെയാണ് അല്ലയോ യാജ്ഞവൽക്യ മഹർഷേ അങ്ങ് എനിക്ക് വ്യാചക്ഷ ഇതി വിസ്തരിച്ച് പറഞ്ഞു തരേണ്ടത്. അപ്പം എത്ര തവണ തുടങ്ങി ഉഷസ്ഥർ പറയുന്നു? ഒന്ന് വിഭ്രൂയാതെന്ന് പറഞ്ഞു, രണ്ട് വ്യപദിഷ്ട എന്ന് പറഞ്ഞു, വീണ്ടും മൂന്നാമതായി വ്യാചക്ഷ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിസ്താരമാണ് വേണ്ടത് എന്ന് പറയുകയാണ്. അപ്പോൾ പഞ്ചപ്രാണ വിവേകം വിസ്തരിച്ച് പറഞ്ഞത് ഉഷസ്ഥർ അത് ഉൾക്കൊള്ളുവാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ചോദ്യം ആവർത്തിക്കുന്നതും ആ ചോദ്യത്തിൽ വിസ്താരം വേണമെന്നതും ആവർത്തിക്കുന്നത്. ശ്രദ്ധിക്കണേ, ഉഷസ്ഥർ ചോദ്യം ആവർത്തിക്കുന്നതും ആ ചോദ്യത്തിനോടൊപ്പം വിസ്താരം എനിക്ക് വേണമെന്ന്, അതായത് വിസ്തരിച്ച് വേണമെന്ന് ആവർത്തിക്കുന്നതിന് കാരണം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞ പഞ്ചപ്രാണ വിവേകം ഉഷസ്ഥർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ ഉഷസ്ഥർ അതിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറല്ല. അതാണ് ഇവിടെ വ്യാചക്ഷ അല്ലെങ്കിൽ വ്യപദിഷ്ട ഇത്യാദി വാക്കുകളിലൂടെ ഉഷസ്ഥർ അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത യാജ്ഞവൽക്യ മഹർഷിയോട് പറയുകയാണ്. ഞങ്ങൾ എല്ലാവരെയും കൺവിൻസ് ചെയ്തിരുത്തിയതുപോലെ എന്നെ ഇരുത്താമെന്ന് വിചാരിക്കണ്ട, ഞാൻ തയ്യാറല്ല എന്ന ഗർവത്തോടുകൂടിയാണ് ഉഷസ്ഥരിരിക്കുന്നത്. ഇപ്പോൾ യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ് അടുത്ത, ഏഷദ ആത്മാ സർവാന്തരഃ കഥമഃ യാജ്ഞവൽക്യ സർവാന്തരഃ. യാജ്ഞവൽക്യ മഹർഷി ഉഷസ്ഥരോടായി പറഞ്ഞു. നമ്മൾ കണ്ട അതേ കാര്യം തന്നെയാണ് അല്ലേ? ആ പ്രാണേന പ്രാണയിതി വ്യാനേന വ്യാനയിതി, അതിന് തൊട്ട് മുമ്പ് ഒന്നാമത്തെ മന്ത്രത്തിൽ എന്താണോ യാജ്ഞവൽക്യ മഹർഷി സംഗ്രഹിച്ചു പറഞ്ഞത് അത് തന്നെ അദ്ദേഹവും ആവർത്തിക്കുകയാണ് ഉത്തരം. അല്ലേ? മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ മന്ത്രത്തിൽ ഉഷസ്ഥരുടെ ചോദ്യത്തിന് എങ്ങനെയാണോ യാജ്ഞവൽക്യ മഹർഷി മറുപടി ആരംഭിച്ചത് അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ചോദ്യത്തിലും, അല്ലെങ്കിൽ ആ ചോദ്യം തന്നെ രണ്ടാമത് ആവർത്തിക്കുമ്പോഴും യാജ്ഞവൽക്യ മഹർഷി മറുപടി ആരംഭിക്കുന്നത് ഏഷദ ആത്മാ സർവാന്തരഃ. അല്ലയോ ഉഷസ്ഥരെ, നീ പറഞ്ഞ അപരോക്ഷനായ പരമാത്മാവ് സർവവ്യാപി തന്നെയാണ്. ഞാനും ആ ഉത്തരത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതായത് ഉഷസ്ഥരുടെ ചോദ്യത്തിൽ എന്താണോ അതിൻ്റെ കാതൽ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള മറുപടി. പരമാത്മാവ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അപരോക്ഷനാണ്. എന്തുകൊണ്ട് അപരോക്ഷൻ എന്ന് വിളിക്കുന്നു? സർവവ്യാപിയായതുകൊണ്ട്, നാശരഹിതനായതുകൊണ്ട് അല്ലെ. അപരോക്ഷം എന്ന് വിളിക്കാൻ ഈ രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കും. പിന്നെ രണ്ടാമത്തെ കാരണം നാശരഹിത, അത് നശിക്കാത്തത് കൊണ്ട്. അത് തന്നെ ഞാനും പറയുന്നു, ഏഷദാത്മാ സർവാന്തരഃ അല്ലേ.
എന്നിട്ട് അദ്ദേഹം വിസ്തരിക്കുകയാണ്. ഈ വിസ്താരത്തിൽ ഉഷസ്ഥർ തൃപ്തനാകുകയാണ്. അങ്ങനെ രണ്ടാമത്തെ മന്ത്രം അവസാനിക്കുന്നു. ന ദൃഷ്ടേഹേ. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് എവിടെയാ പഠിച്ചതെന്ന് മാത്രം പറയുള്ളൂ. അല്ലേ, അത്രയും നമുക്കറിയാവുന്നതാണ്. ന ദൃഷ്ടേഹേ ദ്രഷ്ടാരം പശ്യേഹ. അല്ല, ഇപ്പൊ കത്തണം എല്ലാവർക്കും. ന ശ്രുതേഹേ ശ്രോതാരം ശൃണുയാഹ. ന മതേഹേ മന്ദാരം മൻവീതാഹ. ന വിജ്ഞാതേഹേ വിജ്ഞാതാരം വിജാനീയാഹ. സാമവേദ കേനോപനിഷത്ത് പ്രഥമഖണ്ഡം 1 മുതൽ 8 വരെയുള്ള മന്ത്രങ്ങൾ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. കേനോപനിഷത്ത് സാമവേദീയ സാമവേദം നമ്മൾ 2 ഉപനിഷത്തെ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് കേനം, മറ്റൊന്ന് ചാന്തോക്യം. സാമവേദത്തിലെ അതിൽ ആദ്യം പഠിച്ചത് കേനോപനിഷത്താണ്. അതിൽ എന്താണ് പ്രഥമഖണ്ഡം 1 മുതൽ 8 വരെയുള്ള മന്ത്രങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. എന്തിനാലാണോ എല്ലാവരും കാണാൻ സാധിക്കുന്നത്, എന്തിനാലാണോ കേൾക്കാൻ സാധിക്കുന്നത്, അല്ലേ, എന്തിനാലാണോ രുചിക്കാൻ സാധിക്കുന്നത്, എന്തിനാലാണോ മണക്കാൻ സാധിക്കുന്നത്, എന്തിനാലാണോ അറിയാൻ സാധിക്കുന്നത്, എന്തിനാലാണോ സ്പർശിക്കാൻ സാധിക്കുന്നത്, അതേതോ അതിനെയാണ് ശാസ്ത്രം അപരോക്ഷ ബ്രഹ്മൻ പരമാത്മ എന്ന് വിളിക്കുന്നത് എന്ന് ഇവിടെ അടുത്ത വിവേകത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധി, സ്ഥൂല സൂക്ഷ്മ വിവേകം പറഞ്ഞു കൊടുക്കുകയാണ്. അത് സ്ഥൂല ശരീരമാണല്ലോ ഇന്ദ്രിയങ്ങളൊക്കെ, അല്ലേ. ആ ഇന്ദ്രിയത്തിൻ്റെ ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, രുചിക്കാൻ സാധിക്കുന്നത്, നടക്കാൻ സാധിക്കുന്നത്, അതെല്ലാം, അല്ലേ. കർമ്മേന്ദ്രിയത്തിൻ്റെയും ജ്ഞാനേന്ദ്രിയത്തിൻ്റെയും ഉദാഹരണം പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പറയുന്നു. പിന്നെ മന്ദേഹേ മന്ദാരം, വിജ്ഞാതേഹേ വിജ്ഞാതം. അതേതാണ് സൂക്ഷ്മ ശരീര വിവേകം. മനസ്സെന്ന് പറയുന്നതും ബുദ്ധി എന്ന് പറയുന്നതും സൂക്ഷ്മ ശരീരമാണല്ലോ, കാണാൻ പറ്റാത്തതാണല്ലോ. അപ്പോൾ സ്ഥൂല ശരീര വിവേകം സൂക്ഷ്മ ശരീര വിവേകത്തിലൂടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലേ. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് എളുപ്പമാണ്. ഓം കേനേഷിതം പദ്ധതി പ്രേക്ഷിതം മനഃ കേന പ്രാണ പ്രഥമ പ്രൈധിയുക്ത കേനേക്ഷിതാം വാചമിമാം ബോധന്തി ചക്ഷുശ്രോത്രം കൗ ദേവോ യുനക്തി. അതായിരുന്നു ചോദ്യം, അല്ലേ. കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, മണക്കാൻ സാധിക്കുന്നത്, പ്രാണന പ്രക്രിയ ചെയ്യാൻ എന്തിനാലാണ്? അപ്പോൾ എന്തായിരുന്നു ഉത്തരം തുടങ്ങിയത്? ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയഃ വാചോഹ വാചം സൗ പ്രാണസ്യ പ്രാണഃ. ശ്രോത്രസ്യ ശ്രോത്രം, കാതിന് കാതായിരിക്കുന്നത്, അല്ലേ. മനസ്സോ മനോയഃ, മനസ്സിന് മനസ്സായിരിക്കുന്നത്. അതായത് എന്തിനാലാണോ മനസ്സുള്ളത്, പ്രവർത്തിക്കുന്നത്, ചിന്തകൾ വരുന്നത്, പരമാത്മാവിനാൽ. കണ്ണിന് കണ്ണായിരിക്കുക, എന്തൊരു ശക്തിയിനാലാണോ കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളെയും പറയും. പ്രാണന പ്രക്രിയ ചെയ്യാൻ സാധിക്കും ചൈതന്യ സ്വരൂപനുള്ളത് കൊണ്ട്, അല്ലേ. കണ്ണ് ജഡമല്ലാത്തത് കൊണ്ട് കാണാൻ സാധിക്കുന്നു, ചൈതന്യം കണ്ണിലുള്ളത് കൊണ്ട്, അല്ലേ. ചെവിട് ജഡമല്ലാത്തത് കൊണ്ട് കേൾക്കാൻ സാധിക്കുന്നു. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉദാഹരണം. പിന്നെ പറഞ്ഞു നതത്ര ചക്ഷുർ, കേനോപനിഷത്തുള്ളവർ കൂടെ ചൊല്ലുക കേട്ടോ. നതത്ര ചക്ഷുർ ഗച്ഛതി ന വാഗ് ഗച്ഛതി നോ മനഃ ന വിക്മഃ ന വിജാനീമഃ. അത് തന്നെ ഇവിടെ. അന്യദേവ തദ് വിദിതാത് അധോ അവിദിതാദതി. അതാണ് കേനോപനിഷത്തിൻ്റെ മഹാവാക്യം, അല്ലേ. അന്യദേവ തദ് വിദിതാത് അധോ അവിദിതാദതി. അത് ഒന്നിൽ നിന്നും അന്യമല്ല, അത് നീ അറിയവേണം, നിന്നിൽ തന്നെ ഉണ്ട്. അധോ അവിദിതാദതി, നീ തന്നെയാകുന്നു, അല്ലേ.
ആണോ ഭഗവാന്. പിന്നെ ഓരോന്ന് ഉദാഹരണം ഇങ്ങനെ ഓരോന്നിനെയും കുറിച്ചും പറഞ്ഞു. അതിൽ പിന്നെ ഓരോ കണ്ണിനെ കുറിച്ച് എന്തൊക്കെയാണോ ചോദിച്ചത്, എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നു, കേൾക്കാൻ സാധിക്കുന്നു, മണക്കാൻ സാധിക്കുന്നു, രുചിക്കാൻ സാധിക്കുന്നു, ഓർക്കാൻ സാധിക്കുന്നു, ചിന്തിക്കാൻ സാധിക്കുന്നു, അതെല്ലാം പറഞ്ഞ് ഓരോ മന്ത്രത്തിലും അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു പോവുകയാണ്. എഴുതി വെച്ചോളൂ. കേനോപനിഷത്ത് 1.1 മുതൽ 8 വരെ, 1.1 to 1.8 അല്ലേ. എന്നിട്ട് അവസാനം രണ്ടാമത്തെ ഖണ്ഡത്തിൽ പറയുന്നുണ്ട്, ഇതറിഞ്ഞില്ലെങ്കിൽ മഹതീ വിനഷ്ടി അല്ലേ. ഇഹചേതവേദി അധസത്യമസ്തി നചേതിഹാവേദി മഹതീ വിനഷ്ടി. ഇതറിയാണ്ട് വെറുതെ ജീവിച്ച് പഠിച്ചു പോയിട്ട് കാര്യമില്ല. അത് മഹതീ വിനഷ്ടിയാണ്. ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് സാമ്പത്തിക നഷ്ടമോ ആരോഗ്യ നഷ്ടമോ അല്ലെങ്കിൽ മറ്റ് ഭൗതികമായ നഷ്ടങ്ങളോ അല്ല, ഇതറിയാണ്ട് പോകലാണ്. ഏത് പരമാത്മാവിനാലാണ് എൻ്റെ സ്ഥൂല ശരീരം പ്രവർത്തിക്കുന്നത്, എൻ്റെ സൂക്ഷ്മ ശരീരം പ്രവർത്തിക്കുന്നത്. സൂക്ഷ്മ ശരീരത്തോട് തന്നെ കൂടിയിരിക്കുന്നതാണ് കാരണശരീരം. അതുകൊണ്ട് ഇത് മൂന്ന് ശരീരവും പ്രവർത്തിക്കുന്നത് പരമാത്മാവിനാലാണ് അല്ലേ. ഞാൻ യന്ത്രം, നീ യന്ത്രി അല്ലേ. എൻ്റെ ഈ യന്ത്രം, എൻ്റെ ഈ വലിയ യന്ത്രം പ്രവർത്തിക്കുന്നത് പരമാത്മാവിനാലാണ്. അതറിയുന്നവൻ ഭൂതേഷു ഭൂതേഷു വിജിത്യ ധീരാഹ പ്രയത്യാസ്മാ ലോകാത് അമൃതാ ഭവന്തി. അവർ ധീരന്മാരായിരിക്കും അല്ലേ. അവർ എല്ലാ ലോകം പ്രയത്യ അസ്മാത് ലോകാത് അമൃതാ ഭവന്തി, എല്ലാ ലോകങ്ങളെയും കടന്ന് അവർ അമൃതസ്വരൂപി ജീവൻ മുക്തരായി മാറുന്നു. അങ്ങനെയാണ് കേനോപനിഷത്തിൻ്റെ ദ്വിതീയ ഖണ്ഡം അവസാനിക്കുന്നത്. അത് മനസ്സിലാകാതെ വരുമ്പോൾ എന്താ ചെയ്യുന്ന, കേനോപനിഷത്തിൽ സാക്ഷാൽ ഉമാദേവി വരും. ഈ ദേവതകളെയൊക്കെ അടുത്ത കഥയാണല്ലോ അല്ലേ, ദ്വിതീയ ഖണ്ഡ കഥ. എന്നിട്ട് ദേവതകൾ വരും, ഞാനാണ് കേമൻ. ഇന്ദ്രൻ പറയും, ഞാൻ കാരണമാണ് മഴ പെയ്യുന്നത്, ഞാൻ ഹസ്തയോരിന്ദ്രഹ, എല്ലാ ജീവികളുടെയും കൈ പ്രവർത്തിക്കുന്നത് ഞാൻ കാരണമാണ് എന്ന് പറയും അല്ലേ. അങ്ങനെ ഓരോ ദേവതകളും വരും, ഞാനാണ് വലുത്, ഞാനാണെന്ന് പറയും. അവസാനം ഉമാദേവി ഇവരെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ദേവതകളൊക്കെ തോറ്റുപോകും അല്ലേ. ആ തൃണവൽക്കരണം, ഒരു പുല്ല് കൊടുത്തിട്ട് നിങ്ങൾ അതിനെ ഇല്ലാണ്ടാക്കാൻ പറയുന്നില്ല, അപ്പോൾ ആർക്കും സാധിക്കുന്നില്ല. അങ്ങനെ ദേവതകൾ അവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നു. ആ കഥ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ വിചാരിക്കും കുറേ പഠിച്ച് ആദ്യമൊന്നും അറിയില്ല, ദേവതകൾ അതിൻ്റെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നതെന്ന്. പിന്നെ നമ്മളിത് പഠിച്ചു കഴിയുമ്പോൾ ചില ഭാവന ഉണ്ടാകാം, ദേവതാ ആരാധന കൂടും അല്ലേ. കണ്ണ് സൂര്യനുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണ് പ്രവർത്തിക്കുക. അപ്പോൾ സൂര്യനെ കൂടുതൽ ആരാധിച്ചാൽ എൻ്റെ കണ്ണിന് ഒരിക്കലും തിമിരം ബാധിക്കില്ല. അങ്ങനെ മിഥ്യാധാരണയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് സാധകർ ഒരു ഘട്ടം എത്തുമ്പോൾ. അപ്പോൾ അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട് ഉമാദേവിയുടെ രൂപത്തിൽ സാക്ഷാൽ ശ്രുതി മാതാവ് തന്നെ വന്നിട്ട് പറയും, ഇല്ല, ഈ ദേവതകളൊക്കെ എൻ്റെ സൃഷ്ടി തന്നെയാണ്, അവയ്ക്ക് അവയുടെ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് ഞാനുള്ളത് കൊണ്ട്, ഞാനെന്ന് വെച്ചാൽ പരമാത്മാവ് ഉള്ളതിനാലാണ്. അപ്പോൾ ഈ താൽക്കാലികമായ ആശ്രയത്തിൻ്റെ പുറകെ പോകാതെ പരമാശ്രയത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞു തരുന്ന കഥയാണ് കേനോപനിഷത്ത് ദ്വിതീയ ഖണ്ഡത്തിൽ. അങ്ങനെയാണ് ആ ഉപനിഷത്ത് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ ശുക്ലയജുർവേദത്തിലും പറയുന്നത്. ആരോട് പറയുന്നു? ഉഷസ്ഥരോട്. ന ദൃഷ്ടേഹേ ദ്രഷ്ടാരം പശ്യ അല്ലേ, ന ശ്രുതേഹേ ശ്രോതാരം ശൃണിയാൻ. അവിടെ 2 ജ്ഞാനേന്ദ്രിയങ്ങളാണ് പറയുന്നത്, പ്രതിനിധികളായിട്ട് മാത്രമേ ഉള്ളൂ. കാരണം 10 ഇന്ദ്രിയങ്ങളെ കുറിച്ചും പറഞ്ഞാൽ മന്ത്രം വലുതായി പോകും. അത് പറയേണ്ട ആവശ്യവുമില്ല. ഉഷസ്ഥർക്ക് ഓൾറെഡി ജ്ഞാനകാന്ഡ അറിയാം.
അത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അല്ലേ, സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മം എന്ന വാക്കിലൂടെ. അപ്പോൾ അതുകൊണ്ട് ആ ഉഷസ്ഥരോട് കൊച്ചുകുട്ടികളെ പഠിക്കുന്ന പോലെ ഇതാണ് കണ്ണ് അല്ലേ, കണ്ണിന് കാണാൻ സാധിക്കുന്നത് സൂര്യദേവത അവയുടെ ധർമ്മം ചെയ്യുന്നതുകൊണ്ടാണ്. സൂര്യദേവയ്ക്ക് ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് പരമാത്മാവിനാലാണ് അല്ലെ. ആരാണോ സൂര്യനെ പടച്ചത് അത് പരമാത്മാവാണ്, അതിനാലാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ വളരെ ചുരുക്കി പറയുകയാണ്, നമ്മൾ ഇവിടെ മനനം ചെയ്യുമ്പോൾ ഓർക്ക വേണം, അല്ലെ ചിന്തിക്കുക വേണം, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രതിനിധിയായിക്കൊണ്ട് ദ്രഷ്ടേഹേ ദ്രഷ്ടാരം പശ്യേത്, ശ്രോതേഹേ ശ്രോതാരം പശ്യ, അത് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാത്തത് അല്ലേ എന്തെല്ലാം ഉണ്ടോ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ 5, അത് ഓർത്തോണം. അല്ലെങ്കിൽ സ്ഥൂല ശരീരം, ഈ 10 ജ്ഞാനേന്ദ്രിയങ്ങളുടെ സംഘാതമാണല്ലോ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് അല്ലേ. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ ഇന്ദ്രിയങ്ങളുള്ളത് കൊണ്ടാണല്ലോ. അപ്പം അതിൻ്റെ പ്രതിനിധിയായിട്ട് എക്സാമ്പിളായിക്കൊണ്ട് ഇത് പറയും. ഇനി അടുത്തത് സൂക്ഷ്മ ശരീരം പറയും. ന മദേഹേ മന്ദാരം മൻവീത, ചിന്തിക്കാൻ സാധിക്കുന്നത് അല്ലേ. എത്ര ആയിരക്കണക്കിന് ചിന്തകൾ, ശുഭചിന്തയോ അശുഭചിന്തയോ ആണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇത് രണ്ടും ഉള്ളൂ, മൂന്നാമതായിട്ട് ഒരു ചിന്തയില്ല നമുക്ക്. അപ്പോൾ ഈ ശുഭാശുഭ ചിന്തകൾ സാധിക്കുന്നത് മനസ്സുള്ളത് കൊണ്ടാണ്, മനസ്സ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, അത് എന്നിൽ ചൈതന്യ സ്വരൂപനുള്ളത് കൊണ്ടാണ്. അടുത്തത് വിജ്ഞാതേഹേ വിജ്ഞാതാരം വിജാനീയ അല്ലേ, ഓർക്കാൻ സാധിക്കുന്നത്. ഇവിടെ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനബുദ്ധി ചിത്ത അഹങ്കാരം അല്ലേ, അന്ധക്കരണ ചതുഷ്ടയം. ഇതിനാണല്ലോ സൂക്ഷ്മ ശരീരം എന്ന് വിളിക്കുന്നത്. അതിൽ മനസ്സും ബുദ്ധിയും പറഞ്ഞു, ബാക്കി പറഞ്ഞിട്ടില്ല. അതും നമ്മൾ കൂട്ടിച്ചേർത്തോണം. ചിത്ത അഹങ്കാരം അതെന്താണെന്നൊന്നും പോകുന്നില്ല, പല പ്രകരണ ഗ്രന്ഥങ്ങളിലും പഠിച്ച കാര്യമായതുകൊണ്ട് അല്ലെ. അത് പഠിക്കാത്തവർ വിട്ടേര്. മനസ്സ് പ്രവർത്തിക്കുന്നത്, ബുദ്ധി പ്രവർത്തിക്കുന്നത് പരമാത്മാവിനാലാണ്. എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, ഓർക്കാൻ സാധിക്കുന്നത്, അറിവ് നേടാൻ സാധിക്കുന്നത് മനസ്സും ബുദ്ധിയും ഉള്ളത് കൊണ്ടാണ്. അതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് അല്ലയോ ഉഷസ്ഥരെ അങ്ങ് പറഞ്ഞ അപരോക്ഷമായ ബ്രഹ്മനുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ പരമാത്മാവ് എത്രയോ ദൂരെ പരോക്ഷമാണെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ എത്രയോ ദൂരെ ഇരിക്കുന്ന ആളെ എങ്ങനെ ഇതിനെയൊക്കെ നിയന്ത്രിക്കും അല്ലേ. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ അല്ലേ എത്രയോ പ്രകാശവർഷം ദൂരെയാണ്, 4 പ്രകാശവർഷം ദൂരെ അടുത്ത ഗ്രഹം പോലെ എൻ്റെ എത്രയോ ദൂരെയാണ് ഈശ്വരൻ ഇരിക്കുന്നെങ്കിൽ എങ്ങനെ ഈ കോടിക്കണക്കിന് ജീവാത്മാക്കളുടെ മനസ്സിനെ പ്രവർത്തിക്കും? അല്ല. അപ്പോൾ നമ്മളോടൊപ്പം തന്നെ അപരോക്ഷമായിരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ വളരെ എന്താ പറയുക സ്മൂത്തായിട്ട് പോകുന്നത്, വളരെ സുഗമമായി നടക്കുന്നത്. പരമാത്മാവ് ഒന്നിൽ നിന്നും അന്യമല്ലാത്തത് കൊണ്ടാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി ഉഷസ്ഥരോടായി പറയുന്നു. ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. കേനോപനിഷത്ത് പ്രഥമഖണ്ഡം 1-8. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ഉഷസ്ഥർക്ക് മനസ്സിലായി യാജ്ഞവൽക്യ മഹർഷിയെ തോൽപ്പിക്കാനൊന്നും സാധിക്കുന്നില്ല. ഏഷത ആത്മാ സർവാന്തരഃ, അല്ലയോ ഉഷസ്ഥരെ. ഇത് യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ്. അല്ലയോ ഉഷസ്ഥരെ, ഞാൻ ഈ പറഞ്ഞ ആത്മാവാകും. ഇവിടെ ആത്മാവെന്ന് വെച്ചാൽ പരമാത്മാവ്. ആ പരമാത്മാവ് അല്ലെങ്കിൽ സർവ ജീവാത്മാക്കളിലും കുടികൊള്ളുന്ന ആ ചൈതന്യം, സർവ ജീവാത്മാക്കളിലും കുടികൊള്ളുന്ന ആ ചൈതന്യ സ്വരൂപൻ തന്നെയാണ് സർവാന്തരൻ, സർവവ്യാപി, നശിക്കാത്തത്, ഒന്നിൽ നിന്നും പരോക്ഷമല്ലാത്തത്, അന്യമല്ലാത്തത്. നീ പറഞ്ഞ ആ ലക്ഷണങ്ങളോടുകൂടിയ പരമാത്മാവ് തന്നെയാണ് എല്ലാ ജീവാത്മാക്കളുടെയും സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നത്. അതഃ അന്യത് ആർത്തം,
ആ പരമാത്മസ്വരൂപൻ ഒന്നിൽ നിന്നും അന്യമല്ല. അതഃ അന്യത് ആർത്തം. ആർത്തം എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ആർത്തം. പല അർത്ഥങ്ങളുണ്ട് ആർത്തം. നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി അല്ലേ? ശ്ലോകം കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പല അർത്ഥങ്ങളുണ്ട്. ഭഗവത്ഗീതയിലെ അർത്ഥമല്ല ഇവിടുത്തെ അർത്ഥം അല്ലേ? ഇവിടെ അതഃ അന്യത് ആർത്തം എന്ന വാക്കിന് ആ പരമാത്മാവിൽ നിന്നും അന്യമായിട്ടുള്ള എന്താണ് അതിനെ ആർത്തം എന്ന് വിളിക്കുന്നത്. നശിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽപ്പില്ലാത്തത്. അതിൽ നിന്നും അന്യമായി ഒന്നിനും നിലനിൽപ്പില്ലെന്ന്. അതായത് ഇവിടെ ഒന്നിനെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇന്ദ്രിയങ്ങൾക്കും ഒരു ശരീരത്തിനും ഒരു ജീവാത്മാക്കൾക്കും അതിൽ നിന്നും അന്യമായി ഒരു നിലനിൽപ്പില്ല. പരമാത്മാവില്ലേ, നമ്മളും ഇല്ല. അത്രയും മാത്രമേ ഓർത്താൽ മതി. ഇവിടെ രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ കാതൽ അത്ര മാത്രമേ ഉള്ളൂ. ഞാനുണ്ട്, എനിക്ക് കാണാൻ സാധിക്കുന്നു, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നു, മണക്കാൻ സാധിക്കുന്നു, ഉറങ്ങാൻ സാധിക്കുന്നു അല്ലേ, വ്യവഹരിക്കാൻ സാധിക്കുന്നു, പ്രാണന പ്രക്രിയ ചെയ്യാൻ സാധിക്കുന്നു, എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു. അത് പ്രപഞ്ചം മുഴുവൻ സർവവ്യാപിയായ പരമാത്മാവുള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ മഹാപ്രളയം അല്ലേ? മഹാപ്രളയം വന്നാൽ പിന്നെ ആരുമില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ സൃഷ്ടിയുണ്ടോ? ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനുണ്ടോ? ഞാനുണ്ട്. എനിക്ക് സുഖദുഃഖമുണ്ടോ? ഉണ്ട്. എനിക്ക് മാനാപമാനമുണ്ടോ? ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ പുണ്യപാപമുണ്ടോ? രാഗദ്വേഷമുണ്ടോ? ഇതൊക്കെ ഉണ്ട്. ഞാൻ കാണുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഇതെല്ലാം നടക്കുന്ന ഉണ്ട്. ഞാനുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം പരമാത്മാവും ഉണ്ട്. അതിൽ നിന്ന് അന്യമായി ഒന്നിനും ഒരു അസ്തിത്വമില്ല. അതഃ അന്യതാർത്ഥം ന കിഞ്ചന അസ്തിത്വം നാസ്തി. ഒന്നിനും തനിയെ നിലനിൽപ്പില്ല. അതാണ് യാജ്ഞവൽക്യ മഹർഷി അതഃ അന്യത് ആർത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പരമാത്മസ്വരൂപരിൽ നിന്നും അന്യമായിട്ടുള്ളതെല്ലാം ആർത്തമാകുന്നു. ആർത്തം എന്ന് വെച്ചാൽ നശിക്കുന്നതാകുന്നു. അപ്പം ഞാൻ ഭഗവാനിൽ നിന്നും പരോക്ഷമാണ്, അന്യമായിട്ടാണ്, ഞാൻ നശിച്ചു പോകും അല്ലെ? അങ്ങനെ ഓരോ ജീവാത്മാക്കളും ഓരോ വസ്തുക്കളും, അത് ദ്രവ്യമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക പദാർത്ഥമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എന്തൊരു വസ്തുവും പരമാത്മാവിൽ നിന്നും അന്യമായിട്ടുണ്ടെങ്കിൽ ആർത്തം എന്ന് വെച്ചാൽ നിലനിൽപ്പില്ലാത്തത് ഇല്ല. അതിന് നിലനിൽക്കാൻ ഒരു അസ്തിത്വമില്ല. പരമാത്മാവിലെ പ്രപഞ്ചമില്ല അല്ലെ? സൂര്യചന്ദ്രാദി ദേവതകളില്ല, പ്രാണനില്ല. പിന്നെയാണ് പ്രാണനില്ല, പിന്നെ ഒരു സെക്കൻഡ് നമ്മൾ എങ്ങനെയാണ് നിലനിൽക്കുക? ഇല്ല. അപ്പം പരമാത്മാവ് ഉള്ളത് കൊണ്ടാണ് അല്ലേ ഇന്ദ്രൻ, വായു, വരുണൻ, ചന്ദ്രൻ, സൂര്യൻ ഇത്യാദി ദേവതകളും എല്ലാവരും ഉള്ളത്. അവയുടെ ധർമ്മം അവ ചെയ്യുന്നത്, ആ ധർമ്മത്തിലൂടെ എൻ്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്, ഞാനുള്ളത്. അതില്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നത്. അത് കേട്ടതോടുകൂടി തതഃ, ആ ഉത്തരം കേട്ടതിന് ശേഷം, ഏതുത്തരം? യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി കേട്ടതിന് ശേഷം, അനന്തരം തതഃ thereafter, അതിനുശേഷം ഉഷസ്തഃ ചാക്രായണഃ ഉപരരാമ, ഉഷസ്തൻ അല്ലെങ്കിൽ ചാക്രായണൻ ഉപരമിച്ചു. അതോടുകൂടി ഉഷസ്ത ബ്രാഹ്മണം അവസാനിക്കുകയാണ്. ഉപരമിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ് നമ്മളിവിടെ മനസ്സിലാക്കണം. വിസ്തരിച്ചു പറയാൻ ഉഷസ്തർ പറഞ്ഞത്, ഈ വിസ്താരത്തിൽ ഉഷസ്തർ തൃപ്തനാണ്. അതാണ് ഉപരരാമ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉപരമിച്ചു പോയി തൻ്റെ സീറ്റിൽ പോയി ഇരുന്നെന്നല്ല. അത് ലിറ്ററൽ മീനിങ് അതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉഷസ്തർ 3 തവണ ചോദിച്ചു രണ്ടാമത്തെ മന്ത്രത്തിൽ, എനിക്ക് വിസ്തരിച്ചു വേണം. ഈ വിസ്താരത്തിൽ, ഏത് വിസ്താരത്തിൽ? പരമാത്മാവിനാലാണ് സർവ്വതും നിലനിൽക്കുന്നത്. അതില്ലെങ്കിൽ
ഒരു ജീവാത്മാവിനും നിലനിൽപ്പില്ല എന്ന വിസ്താരത്തിൽ ഉഷസ്തർ തൃപ്തനാണ്. അപ്പോൾ അതുകൊണ്ട് ഉഷസ്തർക്ക് ഇനി വീണ്ടും ഒരു ചോദ്യമോ തർക്കമോ യാജ്ഞവൽക്യ മഹർഷിയോടില്ല. അങ്ങനെ ഉഷസ്തർ യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചു, വിദ്വത്സഭയെയൊക്കെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിൽ തൃപ്തനാണ് എന്ന് മൗനമായി പറഞ്ഞുകൊണ്ട് ഉഷസ്തർ ഉപരമിച്ചു. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. തൃതീയ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം ഉഷസ്ത ബ്രാഹ്മണം സമാപ്തം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.